സൗദിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന മെഡിക്കൽ പ്രൊഫഷണൽ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഈ വീഡിയോ. ഓക്കെ, നിലവിൽ സൗദിയിലേക്ക് പോകുന്ന മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് എന്തൊക്കെയാണ് പ്രോസസ്സൊക്കെ കുറച്ചൊക്കെ ധാരണയുണ്ടാവും. എന്നാൽ ഒട്ടും അറിയാത്തവർ ഇതൊന്ന് സൂക്ഷിച്ചോളാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഡാറ്റ ഫ്ലോ. ഈ ഡാറ്റ ഫ്ലോ എന്ന് പറയുന്ന പ്രോസസ്സിൽ നിലവിൽ സൗദിക്ക് 1 ഇയർ എക്സ്പീരിയൻസ് മതി. നിങ്ങളുടെ എഡ്യൂക്കേഷൻ രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ് പറയുന്ന സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഡാറ്റ ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈം പീരീഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു 30 to 40 days പറയാം. നിലവിൽ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എലിജിബിലിറ്റി, അല്ലെങ്കിൽ നമുക്കൊരു മറ്റൊരു പേരിൽ പറയാം പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. നിലവിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ എലിജിബിലിറ്റി ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. കാരണം നമ്മളുടെ ഒരു ക്ലാസിഫിക്കേഷൻ ആസ് എ റാങ്ക് അത് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അഥവാ നമ്മുടെ റാങ്ക് മാറിപ്പോയി കഴിഞ്ഞാൽ മൊത്തം പ്രോസസ്സും വെറുതെ ആയിപ്പോകും. കാരണം നമ്മൾ റാങ്ക് മാറിയോ ഇല്ലോ എന്നുള്ള കാര്യം നിങ്ങൾ അറിയില്ല. ചെയ്തിരുന്ന ഏജൻസി ചെയ്തിരുന്നു, നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ പ്രോസസ്സൊക്കെ എല്ലാം കഴിഞ്ഞ് ഫൈനൽ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വീണ്ടും എക്സാം എഴുതണം. അപ്പോൾ സോ എലിജിബിലിറ്റി എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു 7 to 15 days ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുക, കൃത്യമായ രീതിയിൽ റാങ്ക് ക്ലാസിഫൈ ചെയ്യുക. അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എലിജിബിലിറ്റി ID കിട്ടും. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രോമെട്രിക് എക്സാം എഴുതാൻ പോകുന്നത്. നിലവിൽ എലിജിബിലിറ്റി ID ആക്റ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 year വാലിഡിറ്റി ഉണ്ടാവുക. അത് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എന്താവുന്നു? റിജക്ഷൻ വരികയാണ് ചെയ്യുക. അപ്പോൾ നിലവിൽ ഈ 1 year നമുക്ക് 3 attempt ഉണ്ടാവുക. നിങ്ങളിപ്പോൾ 1 attempt ആയാലും 2 attempt ആയാലും ഒന്നും എഴുതിയില്ലെങ്കിലും ഓൾറെഡി സൗദി കൗൺസിൽ നിങ്ങൾക്ക് 3 attempt തന്നു. എഴുതാതിരുന്നിട്ട് ഞാനത് എഴുതിയിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ നിലവിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഈ ഒരു പ്രോമെട്രിക് എക്സാമിൻ്റെ ഒക്കെ പേയ്മെൻ്റ് ഒക്കെ നല്ല രീതിയിൽ ഒരു കൂടിയിട്ടുണ്ട്. കാരണം ഒരു 3-4 മാസമായിട്ടുള്ള പേയ്മെൻ്റ് ഒക്കെ കൂടിയിട്ട് അതുപോലും പകുതി പേര് അറിഞ്ഞിട്ടുണ്ടാവില്ല. എങ്കിലും നല്ല രീതിയിൽ എക്സാം ഒക്കെ എന്ത് ചെയ്യാം? നിങ്ങൾ ക്രാഷിന് പോയിട്ടും പഠിച്ചതിന് ശേഷം മാത്രം എക്സാം എഴുതുക എന്നുള്ളതാണ്. സോ ഈവൻ നിങ്ങളിപ്പോൾ ഒരു പ്രോമെട്രിക് എക്സാം പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ രജിസ്ട്രേഷനാണ് ചെയ്യുക. ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ റിന്യൂ ചെയ്യേണ്ടത് 2 വർഷം കൂടുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക. നിങ്ങൾക്ക് 3 attempt ഉള്ളത് 1 year. ആ 1 വർഷം കൊണ്ട് 3 attempt നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ എക്സാം ക്ലിയർ ചെയ്യുക. ഒന്നുകൂടി ഞാൻ പ്രോസസ്സ് പറയാം. ഫസ്റ്റ് വൺ ഡാറ്റ ഫ്ലോ ആണ്, രണ്ടാമത് വരുന്നത് എലിജിബിലിറ്റി അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ, മൂന്നാമത് പ്രോമെട്രിക് എക്സാം ആണ്. എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത്? ഫൈനൽ രജിസ്ട്രേഷൻ. ഓക്കെ, ബൈ.